എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ റീഡിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്നലെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിന് സാമാന്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കാര്യം കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി കുറച്ചുകൂടെ കാർഡ്സ് എടുത്തിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ ഇന്നത്തെ റീഡിങ് അതാണ്. വിൽ യുവർ പേഴ്സൺ കം ബാക്ക് ടു യു ലീവിങ് ദ തേർഡ് പാർട്ടി? പിക്കപ്പ് ആയിൽ റീഡിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 5 കാർഡ് വീതം 2 പൈലിൽ നിന്നും എടുക്കും. അത് വെച്ചിട്ട് നിങ്ങൾ ഏത് പൈലാണോ ചൂസ് ചെയ്യുന്നത് ആ പൈലിലുള്ള കാർഡ്സ് ആയിരിക്കും നിങ്ങളുടെ റീഡിങ്. പിന്നെ ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർ ആ രീതിയിലെടുത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രം കണ്ട ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതേപോലെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത നല്ല സമയം അതും നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. അപ്പോൾ 2 പൈൽസും നിങ്ങൾക്ക് കാണാമല്ലോ. ബ്ലൂ പൈൽ എൻ്റെ മേലെ റോസ് ക്വാർട്സ് ഏഞ്ചൽ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ ഇസ് ദിസ് ഗ്രീൻ ഡെക്ക്, അതിൽ ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ വെച്ചിട്ടുണ്ട്. ഇതിൽ 2 നിങ്ങൾ ഏതാണോ ആകർഷിക്കുന്നത് അത് ചൂസ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കാർഡ്സ് എടുത്ത് ക്ലാരിഫൈ ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് റീഡ് ചെയ്യാം. നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു സെക്കൻഡ് സമയം എടുത്ത് ഒരു പൈല് ചൂസ് ചെയ്തോളൂ. ഓക്കെ, തൽക്കാലം ഈ ഡെക്ക് ഞാനൊന്ന് നീക്കി വയ്ക്കുകയാണ്. റോസ് ക്വാർട്സ് ഏഞ്ചലിലുള്ള ബ്ലൂ ഡെക്ക് തിരഞ്ഞെടുത്തവർക്കായിട്ട് ഉള്ള റീഡിംഗ് നമുക്ക് ആദ്യം നോക്കാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ? Will my viewers person come back to my viewers leaving the third party? Please guide. Will my viewers person come back to them leaving the third party? Will my viewers person come back to them leaving the third party? ഒന്നുകൂടെ ഷഫിൾ ചെയ്തോട്ടെ. വിൽ മൈ വ്യൂവേഴ്സ് പേഴ്സൺ കം ബാക്ക് ടു ദം ലീവിങ് ദ തേർഡ് പാർട്ടി? ചിലപ്പോൾ ഒരു കോളിംഗ് ആണ്, ഒന്നുകൂടെ ഷഫിൾ ചെയ്യണമെന്ന് നമുക്ക് തോന്നും. ഓക്കെ, കാർഡ്സിൽ എന്താണോ വരുന്നത് അത് ഞാൻ അതുപോലെ പറയും. ഷുഗർ കോട്ടഡ് റീഡിങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിച്ചെടുക്കുക. ഓക്കെ, കാർഡ്സ് എടുക്കുകയാണേ. Page of Cups, the Hierophant, the Hermit, ഒരു കാർഡ് കൂടെ എടുക്കാം. Knight of Pentacles and 8 of Pentacles, bottom of the deck കേട്ടോ. ആസ് യൂഷ്വൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നൊക്കെ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഹെറോഫൻറ്റിൻ്റെ കാർഡാണ്. ഹെറോഫൻറ്റിൻ്റെ കാർഡാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓവർ തിങ്കിങ്ങിലാണ് ഇപ്പോൾ, ഉറക്കമില്ല, രാത്രി മൊത്തം എണീറ്റിരുന്ന് ആലോചിക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വിളിക്കണമെന്നും കോണ്ടാക്റ്റിൽ വരണമെന്നും എല്ലാം ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളോട് ഒരു അപ്പോളജി പറയണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ
ഒരു വിഷമം അവർക്ക് നന്നായിട്ടുണ്ട്. ഹെർമിറ്റ് എനർജിയിലാണ്. ഹെർമിറ്റ് എനർജി പറയുമ്പോൾ ജീവിതത്തിൽ എല്ലാ ഹോപ്പും വിട്ടിട്ട് ഒറ്റപ്പെട്ട് ഉള്ളിലെങ്കിലും എല്ലാ ജോലി ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കുന്നു എന്നല്ല, അവരവരുടെ ലൈഫിലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതേസമയം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടലാണ്, ഒരു സങ്കടമുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അൺഫോർച്യുനേറ്റ്ലി ഒരു സ്ലോയിങ് ഡൗൺ കാർഡാണ്. പോസിറ്റീവ് കാർഡ് തന്നെയാണ്, പക്ഷേ ഒരു സ്ലോയിങ് ഡൗൺ കാർഡാണ്. വളരെ പതുക്കെ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു കാർഡാണത്. അതുപോലെ ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. ജോലിയിലും പൈസ സമ്പാദിക്കുന്നതിലും അവരുടെ റെസ്പോൺസിബിലിറ്റീസിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് എല്ലാ കാർഡ്സും ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്താം. പ്ലീസ് ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്. ഞാൻ ഈ സെയിം കാർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് സോർഡ്സ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ നമ്പേഴ്സ് നമ്പർ 9, നമ്പർ 5, നമ്പർ 8 ഇതിലേതിലെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഒരു ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ളൊരു ഡേറ്റ് ആയിരിക്കാം. ക്ലാരിഫൈ 9 ഓഫ് സ്വോർഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് സ്വോർഡ്സ്. ക്ലാരിഫൈ 9 ഓഫ് സ്വോർഡ്സ്. King of Swords, 8 of Cups. അതേപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ സോഡിയാക്ക് വന്നിട്ട് മേജർ ഏറ്റവും കൂടുതൽ കാണുന്ന ടോറസ്, പിന്നെ വിർഗു. ടോറസ് പറയുമ്പോൾ ഋഷഭരാശി, ഹെർമിറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വിർഗോ കന്നിരാശി. ഓക്കെ, പിന്നെ കപ്സിൻ്റെയും പെൻറ്റക്കിൾസിൻ്റെയും സ്പോർട്സിൻ്റെയും എനർജി ഉണ്ട്. പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. ആൻഡ് സ്പോർട്സ് വെച്ചിട്ട് നമുക്ക് പറയാം ലിബ്ര, ജെമിനായി, അക്വേറിയസ് ആയിരിക്കാം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്. മലയാളത്തിൽ വേണം ഋഷഭം, കന്നി, മകരം. അതേപോലെ തുലാം, മിഥുനം, കുംഭം. കപ്സ് വെച്ചിട്ട് കർക്കിടകം, വൃശ്ചികം, മീനം. ഈ രാശികളിൽ ഏതെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കാം എന്നാണ് അവരുടെ തീരുമാനം. കാരണം പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഉള്ള ടെൻഡൻസിയാണ് കാണുന്നത്. മുന്നോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. കാരണം സീറ്റിംഗ് പൊസിഷനിലാണ്, ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് അവിടെ കാണുന്നില്ല. ഓക്കെ, ചിന്തയിലാണ്, ക്ലൗഡ്സാണ് ചുറ്റിനും. ചിന്തയിലാണ്, ചിന്തിച്ചിരിക്കുകയാണ്, ക്ഷമയോടെ ഇരിക്കുകയാണ്. ചില സമയത്ത് മനസ്സിൽ ദേഷ്യവും തോന്നുന്നുണ്ട്, സങ്കടവും തോന്നുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചിന്തിച്ചിരിക്കാൻ മാത്രമേ, ഓവർ തിങ്കിങ് ചെയ്യാൻ മാത്രമേ അവർക്ക് പറ്റുന്നുള്ളൂ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. എടുക്കാം, തിരിച്ച് വീണതല്ലേ. ആൻഡ് ടെമ്പറൻസ്. മജീഷ്യൻ ആൻഡ് ടെമ്പറൻസ്. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കണേ, നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്താൻ സാധിക്കണേ എന്നൊക്കെ ഡിവൈൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് വേണ്ട എഫേർട്ട്സ് ഇടാൻ അവർ തയ്യാറാണ്, ആലോചിക്കുന്നു. ആലോചനയാണ്. ഇപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. വരുന്ന ആക്ഷൻ എടുക്കുന്നതും ഒരു സ്ലോയിങ് എനർജിയിലാണ്. പതുക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് കാണുന്നത്. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. നിങ്ങളുമായിട്ടൊരു കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. സോറി, ഇറ്റ്സ് 9 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഇപ്പോൾ ഒരു സെൽഫ് ലവ് മോഡിലാണ്. ഇമോഷൻസൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത്. സ്നേഹവും നിങ്ങളെ മിസ്സിങ് എനർജിയും എല്ലാം ഉണ്ട്. പക്ഷേ
അവിടെ ഒരു 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് കാശൊക്കെ സമ്പാദിക്കണം, കുറച്ച് സേവിങ്സ്, അതുപോലെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഹെറോഫെൻറ്റിനെയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഇമോഷൻസ് അവിടെ സെക്കൻഡറി ആയി, അവിടെ പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുക്കുകയാണ്, കരിയറിന് കൊടുക്കുകയാണ്, സെൽഫ് ലവിന് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അവിടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഇരിക്കട്ടെ, നിങ്ങളും അവിടെ ഇരിക്കട്ടെ, ലവും റെസ്പോൺസിബിലിറ്റിയും ഒരു ഭാഗത്തുണ്ട്. പക്ഷേ പുള്ളി ഇപ്പോൾ സ്വന്തം കാര്യം കുറച്ച് നോക്കട്ടെ, കുറച്ച് സ്റ്റേബിൾ ആവട്ടെ, ഫൈനാൻസസ് അല്ലെങ്കിൽ കരിയർ, മറ്റ് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, ഞാൻ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ് വേറെ ഒന്നും ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ക്ലാരിഫൈ ദി ഹെർമിറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദി ഹെർമിറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദി ഹെർമിറ്റ്. വീണ്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോണും ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസുമാണ് വന്നത്. ഓക്കെ, 6 ഓഫ് കപ്സ് ആൻഡ് ദി ഡെത്ത്. പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന നിങ്ങൾ ഒരുപക്ഷെ അവരുടെ എക്സ് ആയിരിക്കാം കേട്ടോ, നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ഓൾറെഡി. പക്ഷേ ആ കാര്യങ്ങളെ പറ്റി ഇപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ട് ഒരുപാട്. ഒരു ന്യൂ ബിഗിനിങ് ലൈഫിൽ വേണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ട്. പക്ഷേ അതാലോചിച്ചിട്ടാണ് അവർ ഈ ഹെർമിറ്റ് ഇതിൽ മോഡിൽ നിൽക്കുന്നത്. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് എൻഡ് ചെയ്ത് പുതിയൊരു ബിഗിനിങ് വേണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഇഫ് യു ആർ സിംഗിൾസ്, ഓക്കെ, നമ്മൾ സിംഗിൾസിന് ആക്ച്വലി ഇവിടെ നോക്കുന്നില്ല. സിംഗിൾസിൻ്റെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരുടെ പാരൻസ് റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതും എടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ആ സിറ്റുവേഷൻ ഇപ്പോൾ ചിലപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെയൊക്കെ ഒന്ന് സെറ്റിലാക്കിയിട്ട്, ഫാമിലി പറയുമ്പോൾ ഫാദർ, മദർ, അതൊക്കെ ഫാമിലി ആണല്ലോ, അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങളെ ഓർക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. മിസ്സിങ് എനർജി നല്ലോണം ഉണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതേപോലെ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ് 2 പ്രാവശ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കാം വീട്ടിൽ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വരണം എന്ന് ആഗ്രഹമുണ്ട്. ആ സിറ്റുവേഷൻ എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിന് വരണം എന്നൊക്കെയുള്ള ആഗ്രഹം വളരെ തീവ്രമായിട്ട് തന്നെ ഉണ്ട്. ഡെത്തിൻ്റെ ഇത് വെച്ചിട്ട് അത് സ്കോർപ്പിയോ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, ഹി ഓർ ഷീ കുഡ് ബി എ സ്കോർപ്പിയോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. 2 കാർഡ് വേണം, ഞാൻ എടുക്കുന്നില്ല. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് കണ്ടോ, റെസ്പോൺസിബിലിറ്റീസ്. ആൻഡ് 7 ഓഫ് സ്വാർഡ്സ്. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി മൂലം അവരുടെ എന്തുകൊണ്ടാണ് അവിടെ സ്ലോ ഡൗൺ വന്നത്, അവരുടെ ഫീലിങ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതും മനസ്സിൽ അടക്കി പിടിക്കുന്നതും എന്തുകൊണ്ടാണ്? അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ചെറിയ റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ലൈഫിൽ, ഫൈനാൻഷ്യലി എസ്പെഷ്യലി. ഓക്കെ, പൈസ തന്നെയാണ് അവിടെ മെയിൻ ഒബ്സ്റ്റക്കിളായിട്ട് വന്നിരിക്കുന്നത്. ഫാമിലിയെ ഒന്ന് സെറ്റിലാക്കണം, അതൊരു വലിയ ഇഷ്യൂ ആണ് അവർക്കിപ്പോൾ. അതുകൊണ്ട് അവരുടെ ഫീലിങ്സ് മനസ്സിൽ അടക്കി പിടിക്കുന്നു, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് കാണുന്നത്. വരില്ല എന്നല്ല കേട്ടോ, വരും എന്ന് തന്നെയാണ്. വിൽ ദേ കം ലീവിങ് ദ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ലീവ് ചെയ്തിട്ട് വരുമല്ല, അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ എന്നാണ്, വരില്ല എന്നല്ല. ഓക്കെ, എല്ലാം പോസിറ്റീവ് കാർഡ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹീലിങ്ങിൻ്റെ കാർഡ്, മാനിഫെസ്റ്റേഷൻ്റെ കാർഡ്,
എന്താ പറയുക, ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ്, പഴയ ഓർമ്മകളിലിരിക്കുന്ന കാർഡ്, നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് എല്ലാം ഉണ്ട്. പക്ഷേ അവർ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നത്. സ്ലോയിങ് ഡൗൺ എനർജിയാണ്, വളരെ പതുക്കെ മാത്രമേ അവർ വരുള്ളൂ. ലാസ്റ്റ് കാർഡ് ഉണ്ട് 8 ഓഫ് പെൻറ്റക്കിൾസ്, അതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ 8 of Pentacles. Clarify 8 of Pentacles. Clarify 8 of Pentacles. Ace of Swords, new beginning. And okay, 4 of Pentacles. അവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ പൈസയുടെ ചെക്കല്ല, ഒരു സത്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിൽ നിറയെ നിങ്ങളാണ്. നിങ്ങളുടെ അവർ പൊസസീവാണ്. നിങ്ങളെ വേറെ ബോട്ട്സൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റാരും കൊണ്ടുപോകരുത്, നിങ്ങളവരുടെ സ്വന്തമാണ് എന്നൊക്കെയുള്ള ചിന്ത അവർക്ക് നന്നായിട്ടുണ്ട്. പക്ഷെ അറ്റ് പ്രസൻറ്റ് ഇത്തിരി കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചിനോ, അതായത് ഒരു ബെറ്റർ ജോബിനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടാവാം. ആ ജോബിലൊരു ന്യൂ ബിഗിനിങ്ങിൽ അവർ ശ്രമിക്കുന്നുണ്ടാവാം. പൈസ നെഞ്ചോട് അടക്കി പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ സേവ് ചെയ്യണം, ജോബ് ചേഞ്ച് ചെയ്യണം, സേവ് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം. അതിനുശേഷം മാത്രം അവിടെയും റെസ്പോൺസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഇവർ അവരുടെ ഫൈനാൻസസിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ തേർഡ് പാർട്ടിയും ഒരു വിഷയമല്ല, നിങ്ങളും ഒരു വിഷയമല്ല. അവർക്കിപ്പോൾ പ്രശ്നം ഫൈനാൻസസ് ആണ്. നിങ്ങളുടെ ഓർമ്മ മനസ്സിലുണ്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നും ആഗ്രഹമുണ്ട്. ബട്ട് ഓൺലി ആഫ്റ്റർ ഫുൾഫില്ലിങ് ദ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് പൈലുകാരുടെ റീഡിങ്. ഓക്കെ, ഒരു 2 seconds എടുത്തിട്ട് ഐ വിൽ ഡു ദ റീഡിങ് ഫോർ പൈൽ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്കിനി പൈൽ നമ്പർ 2 കാർഡ് നോക്കാം. ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ, please guide. Divine, please guide. Will my viewers person come back to them leaving the third party? എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമോ? എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരും. Will my viewers person come back to them leaving the third party? Will my viewers person come back to them leaving third party? ചാരിയറ്റ് കാർഡ് വീണിരുന്നു, 6 of Pentacles വീണിരുന്നു, 3 of Wands, King of Pentacles, one more card, 10 of Swords and the Hierophant. ഹെയറോഫൻ്റ് കാർഡില്ലാത്ത ഒരു റീഡിങ്ങും കുറേ നാളായിട്ട് നമുക്ക് വരുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഗ്ലാൻസിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, യെസ് എന്നാണ് വന്നിരിക്കുന്നത്. കാരണം ചാരിയറ്റ് തന്നെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. എത്രയും വേഗം മുന്നോട്ട് വരണം, ആക്ഷൻ ഓറിയൻറ്റഡ് കാർഡാണ്. സ്ട്രോങ് വില്ലുള്ള ഒരു പേഴ്സണാണ്, അതായത് തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്, ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ എസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലാറ്റർ കാർഡ്സിൽ ഒരു കൺഫ്യൂഷനും കാണുന്നുണ്ട്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം നിങ്ങളുമായിട്ട് എന്നുള്ള ചിന്തയുണ്ട്. ആ ഒരു പ്രിപ്പറേഷനിലാണ്, പ്ലാനിങ്ങിലാണ്, എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള ചിന്തകളുണ്ട്.
പക്ഷെ അതേസമയം അവിടെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാണുന്നുണ്ട് കേട്ടോ. നേരത്തെ റീഡിങ് പോലെ തന്നെ പൈൽ 1 ഇത് ഏകദേശം കാർഡ് ഇത് തന്നെയായിരുന്നു. കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ ട്രബിൾസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 10 ഓഫ് സ്വാർട്സിൻ്റെ എനർജി ഉണ്ട്. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണം എന്താണ് എന്നുള്ളത്. ഹെറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങൾ തമ്മിലൊരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജ്യൻ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇവരൊരു ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരിക്കാം. അതേപോലെ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലുള്ള ഒരാളായിരിക്കാം. ഒരു ടീച്ചർ, ഹീലർ, ഡോക്ടർ അങ്ങനത്തെയൊക്കെ ഒരു പൊസിഷനിൽ, അതായത് 4 പേര് അഡ്വൈസ് ചോദിച്ച് ഒരിടത്തേക്ക് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കില്ല. ഓക്കെ, ആലോചിച്ച് മാത്രമേ അവർ, കാരണം 4 പേർക്ക് അവരെ അറിയാം, അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റസ് നേരെ കണ്ണടച്ചിട്ട് അവർക്ക് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പ്ലാനിങ് ആയിട്ട് കാണിക്കുന്നത്. ഹെയറോഫൻറ്റും 3 ഓഫ് വാൻഡ്സും ഒന്നിച്ച് വന്ന സ്ഥിതിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തള്ളിക്കളയാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ കൂടെ ലാസ്റ്റ് പറയാൻ. കാരണം ഫസ്റ്റ് ടൈം റീഡിങ് കാണുന്നവർക്കാണെങ്കിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് കേട്ടോ. 3 ഓഫ് വാൻഡ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഹെറോഫൻറ്റ് വരുമ്പോൾ അതൊരു മാരീഡ് പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ പാരൻസ് ആവാം, നിങ്ങളുടെ സ്പൗസ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആവാം. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. നിങ്ങളുടെ ലൈഫിൽ ഓവർ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് പോലും തേർഡ് പാർട്ടി ആയിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇവിടെ റെസ്പോൺസിബിലിറ്റി കാണുന്നതുകൊണ്ട് ഇത് ഫാമിലി തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ഓരോന്നും ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം. ആ എടുത്ത് ചാടി നമുക്കും ഒരു കൺക്ലൂഷനിലെത്തണ്ട. ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ ദ ചാരിയറ്റ്. പ്ലീസ് ക്ലാരിഫൈ ദ ചാരിയറ്റ്. Okay. Ace of Swords and Hermit. വിഷമതയിലാണ്, ആലോചനയിലാണ്, കണ്ടംപ്ലേഷൻ്റെയൊക്കെ ഒരു കാർഡാണ്. ഒരു റിയലൈസേഷൻ്റെ കാർഡാണ്. ഒരു ന്യൂ ബിഗിനിങ് വേണം. ഒരു ട്രൂത്ത് അവർക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരൊരു റിയാലിറ്റി ചെക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആലോചനയിലാണ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഞാൻ പൈൽ 1 അവരുടെ സോഡിയാക്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഹെയറോഫൻറ്റ് വെച്ചിട്ട് ടോറസ് ആണ്, വൃഷഭരാശി. ചാരിയറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടകം. പിന്നെ ഹേർമിറ്റിൻ്റെ കാർഡ് വെച്ചിട്ട് നമുക്ക് വരുന്നത് വെർഗോ, കന്നിരാശി. ഇത് 3 മേജർ അർക്കാന കാർഡ്സാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ 3 ഇതിലുള്ളതായിരിക്കണം, രാശികളിലുള്ളതായിരിക്കണം, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, പിന്നെ പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്, സ്വാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്, വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, വാൺസിൻ്റെ എനർജി വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അതുപോലെ പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ചിട്ട് വീണ്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ. എന്ന് വെച്ചാൽ ഋഷഭരാശി, കന്നിരാശി, മകരരാശി. ഓക്കെ, പിന്നെ സ്വാർട്സിൻ്റെ എനർജി വെച്ചിട്ട് വരുന്നത് ലിബ്ര, ജെമിനായി, അക്വേറിയസ്. തുലാം, മിഥുനം, അക്വേറിയസ് പറയുമ്പോൾ കുംഭരാശി. ഓക്കെ, നമ്പേഴ്സ്, മേജർ അർക്കാന നമ്പേഴ്സ് ആദ്യം പറയാം. നമ്പർ 5, നമ്പർ 9, നമ്പർ 7, നമ്പർ 1, നമ്പർ 6, നമ്പർ 3, നമ്പർ 10. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം. ഓക്കെ, ക്ലാരിഫൈ. 6 ഓഫ് പെൻറ്റിക്കിൾസ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു നല്ല കാർഡാണ്. കാരണം ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ ഒക്കെ വരുന്ന ഒരു കാർഡാണ്. അപ്പം നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണം, ബാലൻസിൽ എത്തണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ്. 8 ഓഫ് വാൻഡ്സ്,
ആൻഡ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആ ഫ്ലെയിം എത്ര ഇതായിട്ടാണ് കത്തുന്നതെന്ന് നോക്കി. അവരുടെ എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഞാനിത് പറഞ്ഞപ്പോൾ, അതായത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഫ്ലെയിം ഇത്രയും ഹൈ ആയിട്ട് കത്തിയത്. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസിൽ കൂടെ ആൾ പോകുന്നുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ആഗ്രഹം മനസ്സിൽ അടക്കി പിടിക്കുകയാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആൾ. ഇപ്പോൾ ഫോക്കസ് ഫൈനാൻഷ്യൽ ഗെയിൻസിൽ തന്നെയാണ്. സേവിങ്സിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 3 ഓഫ് വാൻഡ്സ്. Three of Swords and King of Swords. അയ്യോ, ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഈ തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലുള്ള ഒരു ഫാദർ ഫിഗർ പേഴ്സൺ ആയിരിക്കാം. ഫാദർ തന്നെ ആയിരിക്കാം. ഫാദർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ, ചേട്ടൻ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, വളരെ അടുത്ത ഇവരുടെ ലൈഫിൽ ഹോൾഡുള്ള ഒരു ഫ്രണ്ട് പോലും ആയിരിക്കാം. മേജറായിട്ട് ഫാദർ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവരുടെ ഇടപെടൽ മൂലം ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കാം തൽക്കാലം. ഈ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈ ഫാദർ ഫിഗർ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, ഈ ഹെറോഫൻറ്റ് അപ്പോൾ തേർഡ് പാർട്ടി ആരാന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആ ഒരു ഹാർട്ട് ബ്രേക്കിലാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് വീണ്ടും സ്ട്രോങ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. വീണ്ടും നമ്പർ 3 റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്പർ 8ഉം നമ്പർ 4ഉം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാൺസിൻ്റെ എനർജിയും കൂടെ അവിടെ വന്നു. വാൺസിൻ്റെ എനർജി വരുമ്പോൾ നമുക്ക് ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. മേടം, ചിങ്ങം, സാജിറ്റേറിയസ് പറയുമ്പോൾ ധനു രാശിയും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ 8ഉം 4ഉം ഒക്കെ ശനിയുടെയും രാഹുവിൻ്റെ നമ്പേഴ്സാണ്. എന്ന് വെച്ചാൽ മനസ്സിനെ ക്ലൗഡി ആക്കുന്ന, ചിന്താശക്തിയെ ബാധിക്കുന്ന നമ്പേഴ്സാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര ഓവർ തിങ്കിങ്ങിൽ കൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇവർ മൂത്ത മകനോ എന്തെങ്കിലും ആയിരിക്കണം. എന്ന് വെച്ചാൽ ഫാമിലിയുടെ മേജർ ഏർണിംഗ് റെസ്പോൺസിബിലിറ്റി ഇവരുടെ ചുമലിലായിരിക്കണം. കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഇവർക്കായിരിക്കണം. ദി സ്റ്റാർ കാർഡാണ് വന്നത്. സ്റ്റാർ കാർഡിൻ്റെ പിക്ചർ എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. സ്റ്റാർ കാർഡും ഡെത്തും ഇവിടെയും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി തീർത്തതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളൂ എന്നാണ്. സ്റ്റാറും ഡെത്തും മേജർ അർക്കാന കാർഡ്സ് തന്നെയാണ്. ഓക്കെ, വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ കാണുന്നുണ്ട്. ഒരു സിറ്റുവേഷൻ്റെ എൻഡും ഒരു സിറ്റുവേഷൻ്റെ ബിഗിനിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാം, റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അവരതിനെ തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അത് അധികം താമസിയാതെ, കാരണം മേജർ അർക്കാന കാർഡ്സാണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അധികം താമസിക്കാൻ സാധ്യതയില്ല. ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ വൃശ്ചിക രാശിയാണ്. പിന്നെ സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ് കുംഭരാശി. അതും നമ്പേഴ്സ് നോക്കിയേ, 17ഉം 13ഉം 8ഉം രണ്ട് നമ്പർ കൂട്ടുമ്പോൾ എത്രയാണ് വരിക? 1 + 7 8, 1 + 3 is 4. അപ്പോൾ 8ഉം 4ഉം റിപ്പീറ്റഡായിട്ട് വന്നിരിക്കുക അവിടെ 2 പ്രാവശ്യം. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഈ ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് മൂലം അവരുടെ ചിന്താശക്തി കുറച്ചൊരു കൺഫ്യൂഷനിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് തരണം ചെയ്ത് അവർക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ക്ലാരിഫൈ 10 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 10 ഓഫ് സ്വാർഡ്സ്. ഈ പെയിനിൽ നിന്ന് അവർക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റില്ലേ? നമുക്ക് നോക്കാം. 3 കാർഡ് വീണത് എടുക്കാൻ പറ്റില്ല.
clarify, 10 of swords, clarify, 10 of swords, page of wands, oh, 2 of cups. ഇതിൽ കൂടുതൽ കൺഫർമേഷൻ എന്താ വേണ്ടത്? നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ വരുന്നുണ്ട്, ആ പെയിൻ എൻഡ് ആവുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഡെത്തിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ആ സിറ്റുവേഷൻ എൻഡ് ആവുകയാണ്. എൻഡായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരാൻ പോകുന്നു, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവിടെ പോസിബിൾ ആവുന്നു. 2 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെയും എല്ലാം ഒരു കാർഡാണ്. ഓക്കെ, വളരെ ഹാപ്പി കാർഡല്ലേ? ഇത് കൂടുതൽ എന്താ വേണ്ടേ? 2 ഓഫ് കപ്സ് നിങ്ങൾ തമ്മിൽ കാണാനുള്ള, അധികം താമസിയാതെ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, പ്രപ്പോസൽ, മാരേജ് എല്ലാം പറയാം ഇതിന്. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്, ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. നിങ്ങളുടെ പേഴ്സൺ 2 ദിവസമായിട്ട് ഭയങ്കര അജിറ്റേറ്റഡ് ആണ്. ക്ലാരിഫൈ ദി ഹെയറോഫന്റ്. ഇന്നലെയും കാർഡ്സ് എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഫ്ലെയിമും ഇതേപോലെ ഇങ്ങനെ ഹൈ ആയിട്ട് കത്തി നിൽക്കുന്ന ഈസ് എക്സൈറ്റഡ്. അജിറ്റേറ്റഡ് ആയിരിക്കില്ല, അത് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നിങ്ങളുമായിട്ട് റീയൂണിയൻ അടുത്ത് വരാറായി, അതാണ് ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ടച്ച് വുഡ്. ദ സൺ പറഞ്ഞു തീർന്നില്ല, പോസിറ്റീവ് കാർഡ്. ആൻഡ് പേജ് ഓഫ് കപ്സ്. വീണ്ടും സൺ കാർഡ് കുട്ടിയുടെ പടമുള്ളതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. പേജ് ഓഫ് കപ്സ്. കമ്മ്യൂണിക്കേഷൻ വിത്ത് വിഷ് ഫുൾഫിൽമെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ആ ഹെയറോഫൻറ്റിൻ്റെ, അതായത് ആ ഫാമിലി, കൾച്ചർ, കാസ്റ്റ്, റിലിജൻ ഇതൊന്നും വകവയ്ക്കാതെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പൈൽ നമ്പർ 2 പീപ്പിൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് അധികം താമസിയാതെ. ഐ എം ഹാപ്പി അങ്ങനെ ഒരു എൻഡിങ് വന്നതിൽ, അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയില്ലേ? ഓക്കെ, പൈൽ 1 ആർക്ക് വിഷമിക്കാനൊന്നുമില്ല. നിങ്ങളുടെ കാര്യത്തിൽ സ്വല്പം ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. അവർ വരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പൈൽ നമ്പർ 2 പീപ്പിളെക്കാളും കുറച്ച് കൂടുതലാണ്. അവർക്ക് കുറച്ചുകൂടെ സ്ട്രഗിൾ കൂടുതലാണ്. അത് തീർത്തതിന് ശേഷം അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. പോസിറ്റീവ് കാർഡ് തന്നെ ആയിരുന്നു. സ്ലോ ഡൗൺ സിറ്റുവേഷൻ ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് മേജർ അർക്കാനാസാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2 ഓഫ് കപ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് വല്ലതും എടുക്കണോ? ഞാൻ ഇന്നലെ മെഡിറ്റേറ്റ് ചെയ്ത് കുറച്ച് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലിങ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ ചാനലുമായിട്ടൊന്ന് നിങ്ങളൊന്ന് ലിങ്ക് ആയാൽ എനിക്ക് കൂടുതൽ എനർജി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളും ഞാനും തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ എനർജി കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ്. ഐ എം ഗോയിങ് ടു പിക്ക് ഔട്ട് സം ചാനൽ മെസ്സേജസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ചാനൽ മെസ്സേജസ് പിക്ക് ഔട്ട് ചെയ്യാൻ പോകും. ഡിവൈൻ പ്ലീസ് ഗൈഡ്. നിങ്ങൾ താഴെ പോയിട്ടുണ്ട്, ഞാൻ എടുക്കാം കേട്ടോ. മതിയോ? 2 കാർഡ് താഴെ പോയിട്ടുണ്ടോ? ഒന്ന് എടുക്കട്ടെ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, ഗുഡ് ന്യൂസ് ഈസ് കമ്മിങ്. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു വാർത്ത നിങ്ങളെ തേടി വരുന്നുണ്ട്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങളെ ഒരു പ്രാന്താക്കുണ്ട്. നിങ്ങളെന്താ ചെയ്തേ? ഐ എം കൺഫ്യൂസ്ഡ്. അത് പൈൽ നമ്പർ 1 ആർക്കാ കേട്ടോ. അവർ കൺഫ്യൂസ്ഡ് ആണ് അത്ര. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ ജീവിതം മുഴുവൻ അവർക്ക് മറക്കാൻ സാധിക്കില്ല. ഐ മിസ് യു. ഓ, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. സോ സ്വീറ്റ്. നിങ്ങളെപ്പറ്റി അവരെപ്പോഴും ചിന്തിക്കുന്നു.
നമ്പേഴ്സ് 3, 21, 12, 30 ഈ നമ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു കണക്ഷൻ കാണും, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്. റീയൂണിയൻ, വാട്ട് ഡിഡ് ഐ ടെൽ യു? ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? പറഞ്ഞില്ലേ, എൻ്റെ കൺഫർമേഷനാണ്. ഓക്കെ, ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വാട്സാപ്പ് DP എല്ലാം നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരേ സ്ഥലത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ദൂരെ നിന്നവർ കാണുന്നുണ്ട്. ഐ ജസ്റ്റ് കാൺ ലവ് എനി വൺ എനി മോർ. നിങ്ങളെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ അവർക്ക് സാധിക്കില്ല. യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. അവർ നിങ്ങൾക്ക് യോജിച്ച ആളല്ല എന്നൊക്കെയാണ് അവരുടെ തോന്നൽ. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. 24 മണിക്കൂറും നിങ്ങളുടെ ചിന്തയാണെന്ന്. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. അത് ഫസ്റ്റ് പൈലുകാർക്കുള്ള മെസ്സേജാണ്. നമ്മൾ പറഞ്ഞില്ലേ, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് അവർക്ക് പുറത്ത് വരാൻ സാധിക്കണം. ഓക്കെ, പുറത്ത് വരും, കുറച്ച് സമയം കൊടുക്കൂ, ഒരു പുറത്ത് വരും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളുമായിട്ട് കൂടുതൽ, നിങ്ങളുടെ എനർജിയായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിലും കൂടുതൽ ആക്യുറേറ്റായിട്ട് റീഡിങ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. ഉടനെ തന്നെ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.